ടോക്സിക് കാണാൻ പോയതാ. എന്റെ പൊന്നു മോനെ, എന്തൊരു പടവാ. എന്തോ ആഷിഖ് ബനായയുടെ കുറച്ച് സാധനങ്ങൾ എടുത്തിനകത്ത് വെച്ചിട്ടുണ്ട്. KGF പ്രതീക്ഷിച്ചു പോയതാ. KGF ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിച്ചാൽ KGF ആയിട്ട് ചെറിയ ഒരു തോന്നുമെങ്കിലും ഡയലോഗും കാര്യങ്ങളൊക്കെ, പിന്നെ കുറെ ഇമോഷണൽ അതിനകത്ത് കുത്തിക്കയറ്റി. പക്ഷേ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാന്ന് റീഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പടം. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഭയങ്കരമാണ്. ഇനി എന്ത് വന്നാലും നമുക്കിങ്ങനെ, ഞാനങ്ങനെ റിവ്യൂ പറയുന്ന ഒരാളല്ല, പക്ഷെ ഈ പടം കണ്ടെന്നൊക്കെ പറയാതിരിക്കാനും പറ്റിയില്ല. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് റിവ്യൂ പറയുന്നതൊക്കെ സാധാരണ നോർമലി പറയുന്നത്. പക്ഷെ ഇത് 2-3 ദിവസം നിൽക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും ഭയങ്കര മോശം പടം ഭയങ്കര മോശം അഭിപ്രായമാണ്. അഭിപ്രായം ഞാൻ കണ്ടതിൽ എന്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് പറയുകയാണ്, ഭയങ്കര മോശമാണ്. എനിക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സാധാരണ OTT-യിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പടം പിന്നെ ഇതാണെന്നോ വലിയ പടം എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാം. പിന്നെ ഫൈറ്റ് സീന് കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്, അതിഗംഭീരമാണ് ഫൈറ്റ് സീനൊക്കെ. എന്നിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. മറ്റ് സീനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചേക്കെന്ന് പറയുന്നത് എന്തുവാന്ന് പോലെ നമുക്ക് സത്യം പറയാൻ നമുക്ക് അറിയത്തില്ല. അത്രയ്ക്ക് മോശം, വളരെ മോശമായിട്ടാണ് ആ പടം എടുത്തേക്കുന്നത്. കാര്യം അത് ശരിയാവാത്തയാണോ ഇനി ശരിയായത് എന്നും പറയാനില്ല. കാര്യം അത്രയ്ക്കും കുറെ ഇമോഷണൽ കുത്തിക്കയറ്റി. പിന്നെ ഫൈറ്റ് സീൻ അതിനകത്തൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ബാക്കി ഭയങ്കരമായിട്ട് താഴെ പോകും. ഭയങ്കര പറഞ്ഞാൽ അങ്ങ് ഡൗൺ ആയി താഴെ കടന്ന സാധനം പിന്നെ ഒരു ഫൈറ്റിനകത്തോടെ വീണ്ടും വന്ന് ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഹൈ ആവും. ആ ഫൈറ്റ് കഴിഞ്ഞാൽ വീണ്ടും താഴെ -1 കിടക്കും. അങ്ങനത്തെ ഒരു വളരെ മോശം അഭിപ്രായം തന്നെ. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ മോശമാണ് പടം. ഇങ്ങനെയൊക്കെ ഇത് മോഹൻദാസ് ഇതാന്ന വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ പടം ഒരു 2-3 ദിവസം മാക്സിമം വാഷ് ഔട്ട് ആവാനൊക്കെ ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ വീണ്ടും പേഴ്സണൽ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേപോലൊരു പന്നപ്പടം ഞാൻ കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയിട്ട് കാണാൻ ഇട വന്നിട്ടില്ല. അത്രയ്ക്കും മോശം. പക്ഷെ യാഷൊക്കെ ഇങ്ങനെയൊക്കെയാണ്. കുറെ ആഷിഖ് ബനായ ഫുള്ള് അഡൾട്ട് ആ രീതി തന്നെയാണ്. അതാണ് 18 കൊടുത്തേക്കുന്ന. ഓക്കെ, സംഭവം ശരിയാണ്. പക്ഷെ ഇത് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊരു ലിമിറ്റ് ഒന്നുമില്ല, അമ്മാതിരി ചെയ്തിട്ടുണ്ട്. അപ്പോ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഗോവിന്ദ. അപ്പൊ ഞാൻ കാണണമെന്നും പറയുന്നില്ല, കാണണ്ടെന്നും പറയുന്നില്ല. അത് ഓരോരുത്തർ പേഴ്സണൽ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടും. പല അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞത് ഒതുക്കാം. ഓക്കെ, അപ്പം മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കാണാതിരിക്കുക. പക്ഷെ എന്റെ പേഴ്സണൽ അഭിപ്രായം ഇതാണ്. ഞാൻ ഒരു പടത്തിനെ അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഇത് ഇച്ചിരി കടുംകട്ടിയായി പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഓക്കെ.